രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഇതൊരു ജയിലിൽ നിന്നുള്ള നിലവിളിയാണ്. ഇത് തടവുകാരുടെ നിലവിളിയല്ല, ജയിൽ സൂപ്രണ്ടിൻ്റെ നിലവിളിയാണ്. ദൈവം ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ ഭയങ്കര ട്വിസ്റ്റ് നടക്കും. സാധാരണ തടവുകാരാണ് രക്ഷിക്കണേന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ജയിൽ സൂപ്രണ്ട് പറയുക രക്ഷിക്കണേന്ന്. ആരോടാ പറയുന്നത്? തടവുകാരോടാ പറയുന്നത്. ഇതിനകത്തൊരു കൊച്ചു സന്ദേശം, സ്പിരിച്വൽ മെസ്സേജ് ഉള്ളത് മുറിച്ച് പറയുകയാണ്. ഒരു വിഷയത്തിൽ ദൈവം ഇടപെട്ടാൽ ഭയങ്കര ട്വിസ്റ്റാണ് നടക്കാൻ പോകുന്നത്. അത് വീട്ടിലാണെങ്കിലും, അത് ഓഫീസിലാണെങ്കിലും, അത് ശരീരത്തിലാണെങ്കിലും, ഹോസ്പിറ്റലിലാണെങ്കിലും, ബിസിനസ്സിലാണെങ്കിലും ദൈവം ഇടപെട്ടാൽ ആ എക്സ്ട്രാ ഓർഡിനറി ട്വിസ്റ്റ് നടക്കും. ജയിലിലേക്ക് നോക്കൂ, കുറ്റം ചെയ്തവരും കുറ്റം ചെയ്യാത്തവരും ഒക്കെ കാണുമായിരിക്കും ആ കൂട്ടത്തിൽ. അവരെല്ലാം ഒറ്റ നിലവിളിയാണ്, സാറേ ഞങ്ങളെ രക്ഷിക്കണേ, എക്സ്ക്യൂസ് മീ, ഒരു മാപ്പ് തരൂ, ഞങ്ങൾക്കൊരവസരം തരൂ, ഭാര്യയെ കാണാൻ, മക്കളെ കാണാൻ നിലവിളിക്കുക. എന്നാൽ ഈ ജയിലിൽ യേശു ഇടപെട്ടതിനാൽ ഒരു അസാധാരണ ട്വിസ്റ്റ് നടന്നിട്ട് ജയിൽ സൂപ്രണ്ട് തടവുകാരോട് പറയുകയാണ്, ഞങ്ങളെ രക്ഷിക്കണേ. ഇനി ആ ട്വിസ്റ്റ് എന്താന്ന് പറയാം. പൗലോസ്, ശീലാസ് തുടങ്ങിയുള്ള അപ്പോസ്തോലന്മാർ സുവിശേഷം നിമിത്തം ഫിലിപ്പിയൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. അടയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ അവർ പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു. അവരുടെ കയ്യിലും കാലിലും ഇരുമ്പ് വിലങ്ങുകളും ചങ്ങലകളും ഉണ്ടായിരുന്നു. എങ്കിലും അവർ പാടി, എങ്കിലും അവർ സ്തുതിച്ചു, എങ്കിലും അവർ പ്രാർത്ഥിച്ചു. അവിടെ നമുക്ക് കിട്ടുന്ന പാഠം, ബന്ധനങ്ങൾ എത്ര ശക്തമാണെങ്കിലും പാട്ടും പ്രാർത്ഥനയും സ്തുതിയും ആർക്കും തടയാൻ കഴിയില്ല. അവരുടെ വാ കെട്ടിയിട്ടില്ല, കയ്യെ കെട്ടിയിട്ടു. അതുകൊണ്ട് ഭക്തന്മാർ ഓർത്തുകൊള്ളുക, നിന്റെ സ്തുതിയെ തടയാൻ ഉലകത്തിൽ ആർക്കും കഴിയില്ല. നിന്റെ നടത്തം തടയാം, ഓട്ടം തടയാം, പ്രവർത്തനം തടയാം. പക്ഷെ പ്രാർത്ഥന തടയാൻ പറ്റില്ല, സ്തുതി തടയാൻ പറ്റില്ല, പാട്ടും തടയാൻ പറ്റില്ല. ഓളിയം കുറയ്ക്കാൻ പറഞ്ഞാൽ കുറച്ചാൽ മതിയല്ലോ. അവർ പാടി, അവർ പ്രാർത്ഥിച്ചു, അവർ സ്തുതിച്ചു അഥവാ ആരാധിച്ചു. പെട്ടെന്നാണ് ആ സംഭവം അവിടെ നടന്നത്. അതൊരു ഭൂകമ്പമാണെന്ന് എഴുത്തുകാർ എഴുതുന്നു. അത് ഭൂകമ്പമല്ല, അത് പരിശുദ്ധാത്മ പ്രവർത്തനമാണ്. ഒരു സ്ഫോടനം പോലെ ഉണ്ടായി. ചങ്ങലകൾ എല്ലാം അഴിഞ്ഞു. അന്ന് അവിടെ ആ ജയിലിൽ ചങ്ങലയുള്ളവരെല്ലാം ഭാഗ്യവാന്മാർ. ആ ട്വിസ്റ്റ് ഞാൻ ഇങ്ങനെയൊന്ന് പറഞ്ഞോട്ടെ, ചങ്ങലയുള്ളവരുടെ ചങ്ങല അഴിഞ്ഞുപോയി, ചങ്ങല ഇല്ലാത്തവർക്ക് ചങ്ങല വീണു. ഇതാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഡിവൈൻ ട്വിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കാം. ഡിവൈൻ ട്വിസ്റ്റ്. ആരൊക്കെയാണ് ചെയിൻഡ് ആയിട്ടുള്ളത്? ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന ആരൊക്കെയാണ്? അവരെല്ലാം അഴിഞ്ഞുപോയി. ആരൊക്കെയാണ് ഫ്രീ ആയിട്ടുള്ളത്? അവരെല്ലാം ലോക്ക്ഡായി. കാരണം അവരുടെ പേര് കേസ് വരാൻ പോവില്ലേ. അവർ ചങ്ങല ഇല്ലാതെ ബന്ധിക്കപ്പെട്ടു. ചങ്ങലയോടുകൂടി ബന്ധിക്കപ്പെട്ടവർ മോചിതരായി. ഒരു കൂട്ടർ ചങ്ങലയില്ലാതെ ലോക്കായി. അങ്ങനെ ലോക്കായിട്ട് എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ആര്? ജയിൽ സൂപ്രണ്ട്. ആ സമയത്ത് പൗലോസ് ചാടി വീണിട്ട് പറയുകയാണ്, അങ്ങനെ ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. പരിഹാരം യേശുവാണ്. ജീസസ് ഈസ് ദ ആൻസർ. സൂയിസൈഡ് ഈസ് നോട്ട് ദ ആൻസർ. പ്രൈസ് ദി ലോർഡ്.
അപ്പോഴത്തേനും ഈ മനുഷ്യൻ ചോദിക്കുക, എന്നെ ചെയ്യണ്ടേ രക്ഷപ്പെടാൻ, ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടാൻ, പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടാം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.